ഫോർമുല ഇത് ആരുടെ കയ്യിലുമില്ല. അതായത് ഇവർ ഈ മാനുഫാക്ചറേഴ്സ്, അതായത് മെഷീൻ ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ കയ്യിലുള്ള ഫോർമുലകളിലൊന്നും ഈ മെഷീൻ വർക്ക് ചെയ്യില്ല, കപ്പ് കിട്ടില്ല, നമുക്ക് ചായ കുടിക്കാനും പറ്റില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം അങ്കമാലിയാണ്. അങ്കമാലിയിൽ അത്താണിക്കടുത്താണ്. ഇതാണ് വർഗീസേട്ടൻ. വർഗീസേട്ടൻ്റെ സംരംഭമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വർഗീസേട്ടാ, നമ്മുടെ സംരംഭത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതാണ് നമ്മളുടെ ബിസ്ക്കറ്റ് കപ്പ് അല്ലെങ്കിൽ റാഗിയുടെ കപ്പ്, ഐസ്ക്രീം കപ്പ് ഇതെല്ലാം ഉണ്ടാക്കുന്ന യൂണിറ്റ്. ഈ മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്ത് ഓൾട്ടർ ചെയ്ത് എടുത്ത ഒരു മെഷീനാണ്. ഇതൊരു സെമി ഓട്ടോമാറ്റിക്കാണ്. ഇതിനകത്ത് നമുക്ക് ഒരേ സമയത്ത് 40 കപ്പ് വരെ അടിക്കാൻ പറ്റും. നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് 3ാമത്തെ വർഷമാണ്. നമ്മളുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീ കപ്പാണ്. ബിസ്ക്കറ്റ് ടീ കപ്പ്, ബിസ്ക്കറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കപ്പാണ്. അതേപോലെ തന്നെ റാഗി പൗഡർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് റാഗി, അതല്ലെങ്കിൽ മില്ലറ്റ് കപ്പ്. ഇത് രണ്ടും 2 തരം സാധനങ്ങളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ 2ൻ്റെ ഐസ്ക്രീം കപ്പുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? നമ്മളിപ്പോൾ കപ്പ് ഉണ്ടാക്കുന്നത് കാട്ടിത്തരാം. കപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ കപ്പുകളും ഈ ഡേയിൽ തന്നെയാണ് അടിക്കുന്നത്. സോ അതിൻ്റെ ഫ്ലേവറും ബാക്കിയുള്ള സാധനങ്ങളും ഇൻഗ്രീഡിയൻസും മാറുന്നു മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സെയിം ഡേയിൽ സെയിം മെഷീനിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് കപ്പ് ഇതിൽ അടിച്ച് ഇതിൻ്റെ അത് എടുത്ത് അത് ഞാൻ നിങ്ങളെ കഴിച്ചു കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മേക്കിങ്ങിലേക്ക് പോകാം. വർഗീസേട്ടാ, നമ്മുടെ കപ്പിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഇവിടെയാണ്. ഇതാണ് നമ്മുടെ മിക്സിംഗ് മെഷീൻ. മിക്സിംഗ് മെഷീൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ തൂക്കി എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിനകത്തേക്ക് ഇടുന്നു. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നമ്മളിത് മിക്സ് ചെയ്യും. ഓക്കെ, 20 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ പേസ്റ്റ് രൂപത്തിലേക്ക് മാറുമോ? ഈ രൂപത്തിലേക്ക് മാറും. ഇതിനൊരു 20 മിനിറ്റ് ടൈം എടുക്കും ഈ മെഷീനിൽ ഇത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് വരാൻ വേണ്ടി കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫില്ലിംഗ് ട്രേയിലേക്കാണ് ഒഴിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഫില്ല് ചെയ്യുന്ന ട്രേ, ഫില്ലിംഗ് ട്രേ എന്ന് പറയും. ഫില്ലിംഗ് ട്രേ. ഇതിൻ്റെ ഡൈസ് ആണിത്, മെഷർമെന്റ് കപ്സ്. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തോട്ടാണ് ഒഴിക്കുന്നത്. ട്രെയിലല്ല ഒഴിക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇനി ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടെടുക്കുക ചെയ്യുന്നത്. ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നത്? ഇതിപ്പോ നമ്മൾ താഴത്തല്ലേ ഒഴിച്ചിരിക്കുന്നത്? ഇത് താഴ്ത്ത് ഒഴിച്ചിരിക്കുന്നത്. ഇത് അതിലോട്ട് അങ്ങ് താത്തു അല്ലേ? അതിൽ താത്തി കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ സെക്ഷൻ. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ മെഷീനിലേക്ക് മാറ്റി ചെയ്യുന്നത്. ആ കപ്പ് അടിക്കാനുള്ള പ്രോസസ്സിംഗ് ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, നമ്മളുടെ അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ മെഷർമെൻറ്റ് കപ്പിൽ ഫില്ല് ചെയ്ത ഈ പേസ്റ്റ് നമ്മൾ മെഷീനിലേക്ക് ഫില്ല് ചെയ്യാം, ഡൈയിലേക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ മെഷീൻ ആക്ച്വലി എത്ര ടൈം അങ്ങനെയല്ലോ ഉണ്ടോ ഇത് ഓൺ ചെയ്യുന്നത്? അങ്ങനെ ഈ മെഷീൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റ് എടുക്കും മെഷീൻ ഹീറ്റ് ആകാനായിട്ട്. മെഷീൻ ഫുൾ ഹീറ്റ് ആയ ശേഷമാണ്? ഫുള്ളി, അതായത് മെഷീൻ പ്രീ ഹീറ്റഡിന് ശേഷമാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 45 മിനിറ്റ് മുമ്പ് നമ്മൾ മെഷീൻ ഓൺ ആക്കിയിടും. അതിൻ്റെ കംപ്ലീറ്റ് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാലൻസ്ഡ് ആണ്. ഇതിപ്പോൾ ബാലൻസ്ഡ് ആണ്. ഇനിയിപ്പോൾ നമുക്ക്, കാരണം ഇത് ഞാനൊരു 3/4 മണിക്കൂർ മുമ്പ് ഓൺ ആക്കിയിട്ടേക്കുന്നതാണ് മെഷീൻ. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മെഷീൻ ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് മെഷീൻ റെഡിയാണ് ഇപ്പോൾ. മെഷീൻ ഫില്ല് ചെയ്തത്. ഇതാണ് ഇപ്പോൾ നമ്മൾ മെഷീൻ്റെ ഡൈയിലേക്ക് ഫില്ല് ചെയ്യുന്ന അടുത്ത പ്രോസസ്സ്. ഇതിപ്പോൾ നമ്മൾ അത് മറിച്ചപ്പോൾ ഇത് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ബ്ലോക്കിലേക്ക് കറക്റ്റായിട്ട് ആ ബ്ലോക്കിലേക്ക് വീഴും. ഇത് നമ്മൾ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത് കപ്പിനെ പഞ്ച് ചെയ്യാൻ പോവുകയാണ്. അടിച്ചോളാം. ഇതാണ് പഞ്ചിങ് അല്ലേ? ഇതാണ് പഞ്ചിങ്. ഇതിൽ എത്ര ടൈമല്ലോ ഉണ്ടോ? അങ്ങനെ ടൈം എന്ന് വെച്ചാൽ ഒരു 30 സെക്കൻഡ് ടൈം എടുക്കും. അതൊക്കെ സെറ്റ് ടൈം, അതൊക്കെ ടൈമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മളിത് കരിഞ്ഞും പൊടിഞ്ഞും മുടിഞ്ഞും അതിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് സെറ്റ് ചെയ്തതാണ്. ആദ്യം ഇത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇത് 2 പ്രാവശ്യം ചെയ്താലേ റെഡി ആവുള്ളൂ, അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു? ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ കപ്പിന് തിക്നെസ് കുറഞ്ഞു. പിന്നെ ഒന്ന് ടൈം ഹോൾഡിംഗ് കപ്പാസിറ്റി ടൈം കുറഞ്ഞു. അത് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതിന് കപ്പിന് തിക്നെസ് വേണം എങ്കിലും മാത്രം, അതുപോലെ എല്ലാവർക്കും യൂണിഫോം ആയിരിക്കും വേണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഫില്ലിംഗ്. രണ്ടാമത്തെ ഫില്ലിംഗ് കഴിഞ്ഞ് കപ്പ് റെഡിയായി. നമ്മൾ അതിന്റെ മുകളിലെ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഭയങ്കര സ്ട്രോങ് ആണല്ലേ? ഇനിയിപ്പോൾ നമ്മൾ കപ്പിനെ പുറത്തേക്ക് എടുക്കാൻ പോവാണ്.
കപ്പ ഇവിടെ വീഴും അല്ലേ ആ, ഫുള്ള്? കപ്പ അവിടെ വരും. വർഗീസ് ചേട്ടാ, ഇത് വർഗീസ് ആദ്യം പറഞ്ഞു ഇത് കേരളത്തിൽ ആരും പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമാണോ ഇത് ഉണ്ടാക്കാൻ പറ്റാത്തത്? ഇതിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമല്ല. ഒന്ന്, ഈ ടൈപ്പ് മെഷീൻസ് നമ്മുടെ കേരളത്തിലില്ല. ഇല്ല. അല്ല. രണ്ടാമത്, ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അല്പം ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇതിന് മെനക്കെടാൻ നിൽക്കില്ല. മെനക്കെടാൻ കഴിയാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. ചെയ്യാത്തതാണ്. അതായത് ഇത് ഒരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. രണ്ടാമത്, ഇതിൻ്റെ ഫോർമുല ഇത് ആരുടെ കയ്യിലുമില്ല. അതായത് ഇവർ ഈ മാനുഫാക്ചറേഴ്സ്, അതായത് മെഷീൻ ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ കയ്യിലുള്ള ഫോർമുലകളിലൊന്നും ഈ മെഷീൻ വർക്ക് ചെയ്യില്ല, കപ്പും കിട്ടില്ല, നമുക്ക് ചായ കുടിക്കാനും പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ നമ്മൾ കൊണ്ടുവന്ന് വർക്ക് ചെയ്യില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മെഷീനെ ഓൾട്ടർ ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ഫോർമുല ചേഞ്ച് ചെയ്തു. നമ്മൾ ഒരു ഏകദേശം 1 വർഷത്തോളം എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് കപ്പ് അടിക്കാനായിട്ട് നമ്മൾക്ക് പറ്റിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കപ്പ് അടിച്ചു തുടങ്ങി. പിന്നെ അതിൻ്റെ കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റ് ചെയ്ത് ഒരു 1.5 വർഷം കൊണ്ടാണ് നമ്മൾ ഇതിനെ മാർക്കറ്റിൽ കപ്പ് അവൈലബിൾ ആക്കിയത്. ഇത് നമ്മൾ തന്നെ ഇരുന്ന് ഇതിൻ്റെ ഡ്രോയിങ് വരച്ചും ഇത് തല്ലി കൂട്ടിയും ഇതിൻ്റെ പാർട്സ് ഉണ്ടാക്കിച്ചുമാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് മെഷീൻ ഉണ്ടാക്കാം. നമ്മൾ പഠിച്ചു. കാരണം വെച്ചാൽ 1.5 വർഷം കൊണ്ട് നമുക്ക് എടുത്തത് പഠിക്കാനായിട്ട്. പിന്നെ നമ്മളിത് ഓപ്പറേറ്റ് മാനുവലിയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് വർക്ക് ചെയ്യുന്ന കാരണം ഇതിൻ്റെ ഡ്രോബാക്സ് എന്താണ്, ഇത് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ടൈം ടു ടൈം നമ്മളിത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, മെഷീൻസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് കപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഐസ്ക്രീമിൽ നിന്ന് തുടങ്ങി ചായലിക്കായി, റാഗിയായി, ഇപ്പോൾ നമ്മൾ ഫോർക്ക്, സ്പൂണ്, മറ്റേ സ്ട്രോ, ഇങ്ങനത്തെ സാധനങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിലെ വർഗീസ് ചേട്ടാ. ഇതാണ് പ്രോഡക്റ്റ്. ഇത് കർണാടകയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് കർണാടകയ്ക്കുള്ള എൻജി ക്രഞ്ചി. ഇത് നമ്മളുടെ കേരളയിലേക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മളുടെ റോസ്മ ഒറിജിനൽ ബ്രാൻഡിൽ പോകുന്നതാണ്. ഇവിടെ പോകുന്നതാണ്. ഇത് സിപ്പ് ആൻഡ് നിപ്പ് ദുബായിക്ക് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതും അവരുടെ തന്നെയാണ്. പക്ഷെ അവരുടെ 4 ഫ്ലേവർ 4 കളറിലാണ് വരുന്നത്. ഇത് സൗദി അറേബ്യക്ക് വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. വളരെ ദിവസങ്ങൾക്കുള്ളിൽ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റാണ്. ഇത് എൻജി ക്രഞ്ചിയുടെ തന്നെ അവരുടെ ഐസ്ക്രീമിന്റെ കപ്പാണ്. നോക്കിയേ, ഈ പറയുന്ന എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഈ റൂം? ഒരു 150 സ്ക്വയർ ഫീറ്റ് അല്ലേ? 150 സ്ക്വയർ ഫീറ്റിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക്, അതായത് മിഡിൽ ഈസ്റ്റ് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ റോസ്മ. അതായത് ഈ പറയുന്ന വർഗീസ് ചേട്ടന്റെ കഷ്ടപ്പാടാണ് ഈ പ്രൊഡക്റ്റ്. അതായത് കുറച്ചൊന്നുമല്ല, 1.5 വർഷം ആദ്യം എടുത്തൊരു മെഷീൻ വർക്ക് ചെയ്യാതെ പോകുന്നു. ആ മെഷീനിൽ നിന്ന് പ്രയോജനം ഇല്ലാത്ത അവസ്ഥ വരുന്നു. പലരും ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ വർഗീസ് ചേട്ടൻ, ഒരു മെക്കാനിക്ക് പോലും ഇല്ലാത്ത വർഗീസ് ചേട്ടൻ കൂട്ടുകാരുടെ പിന്തുണയോടുകൂടി ഈ സാധനം പഠിച്ച് 1.5 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് വിപണിയിലെത്തിച്ച് സക്സസ് ആയി പോയിരുന്ന പ്രൊഡക്റ്റാണ് റോസ്മ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷനാണ് നമ്മൾ കണ്ടത്. ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴത്ത് കാണുന്ന വർഗീസിന്റെ നമ്പറാണ്, ആ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ വേണമെങ്കിൽ ഹോൾസെയിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ വേറെ വല്ല ഡിസ്ട്രിബ്യൂഷൻ വല്ലോ ഈ പറയുന്ന ജില്ലകളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിലൊക്കെ അവരുടെ പ്രൊഡക്റ്റ് വന്നെങ്കിലും വർഗീസിനെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും. പുതിയ വീഡിയോയുമായി പുതിയ ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.